നമ്മളെ നാട്ടിലുള്ള താത്തമാർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നാട്ടിൽ നിന്ന് കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ എത്തിച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. ഹലോ ഗായ്സ്, നമസ്കാരം. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് റിഷാൻ ഭായ് വിശേഷം? അൽഹംദുലില്ലാഹ്. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം നാട്ടിൽ നിന്ന് വീട്ടു സാധനങ്ങൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള കുറേ സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റിയിട്ടുള്ള നല്ല ലോജിസ്റ്റിക് സർവീസുകൾ. കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്കിപ്പോൾ വരുന്നൊരു കാര്യങ്ങളിൽ ഒന്ന്, ഇവിടുന്ന് പൈക്കിയെന്നൊക്കെ കുറേ ആൾക്കാർ സാധനം എടുത്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് മീൻസ് ഞാൻ കോഴിക്കോടാണ്, എനിക്ക് കോഴിക്കോടിലേക്ക് കുറേ ആൾക്കാർ ഒരു എൻക്വയറി വരുന്ന സംഭവമാണ്. അതേപോലെ തന്നെ ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറേ ആൾക്കാർ വീട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ താമസിക്കണം. അപ്പം ചിലപ്പം ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അത് ചിലപ്പോൾ സർപ്രൈസ് ആയിട്ടായിരിക്കും കൊടുത്തയക്കേണ്ടി വരിക. അതേപോലെ തന്നെ ഇനിയിപ്പം വീട് മാറുകയാണ്, ഇങ്ങോട്ടൊന്ന് ജോലിക്ക് നോക്കുകയാണ്, അപ്പം കുറേ ആൾക്കാർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് സാധനം കൊണ്ടുവന്ന് തുടങ്ങി. കാരണം ആദ്യമൊക്കെ ഇവിടെ വന്നിട്ട് ഓരോന്നോരോന്ന് വാങ്ങലായിരുന്നു. പക്ഷെ ഇപ്പം ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് എത്തി. നമുക്ക് എവിടേക്കാണ് ഇപ്പോൾ ഈ ലോജിസ്റ്റിക്സിൽ സർവീസുകൾ ഉള്ളത് മെയിനായിട്ട്? നമ്മൾ ആക്ച്വലി മെയിനായിട്ട് നമ്മളെ സർവീസ് ഉള്ളത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുമാണ്. ഓക്കെ. നമുക്ക് റെഗുലറായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ദിവസേന വാഹനങ്ങൾ പോകുന്നു. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും വരുന്നു. ഓക്കെ. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു കണ്ടെയ്നർ ലോറിയിലാണ് നമ്മുടെ സാധനങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇവർ അയക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഡാമേജുകളോ കാര്യങ്ങളോ കൂടാതെ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി നമ്മൾ ഈ ലോജിസ്റ്റിക് സംവിധാനം ചെയ്യുന്നു, ഒരുക്കുന്നു. അപ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്? നമുക്ക് എന്തും കൊണ്ടുവരാന്നുള്ള കംപ്ലീറ്റ് ലോജിസ്റ്റിക് സൊല്യൂഷൻ ആണ്. എല്ലാം ഞങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ചില ആൾക്കാർ വണ്ടി ബൈക്കും കാര്യങ്ങളും കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടുതലും എനിക്ക് വരുന്ന ഒരു എൻക്വയറി വരുന്ന വീടിന്റെ ഫർണിച്ചേഴ്സ്, അൾമാറ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ ചില ആൾക്കാർ ഇപ്പം ബാംഗ്ലൂർ വന്ന് പുതുതായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ഒന്ന് ഗാർമെന്റ്സ് എടുത്ത് കൊണ്ടുവന്നവരായിരിക്കും. ഞാനുള്ളത് മെയിനായിട്ട് ബൊമ്മനഹള്ളി ഏരിയയിലാണ്. കാരണം മടിവാള, HSR ലേഔട്ട്, ഇലക്ട്രോണിക് സിറ്റി, ഈ ബേഗൂർ റോഡ്, ഈ ഒരു ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലൊരു സെൻട്രൽ പോയിന്റിലാണ് റീറോമിൻ്റെ ഈ ഒരു ലോജിസ്റ്റിക് സർവീസ് ഉള്ളത്. കാരണം അത് നല്ലൊരു ലൊക്കേഷനാണ്. കാരണം കൂടുതലും മലയാളികൾ വന്ന് സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മടിവാളാണ്. മടിവാള ടു ഇലക്ട്രോണിക് സിറ്റി, അതിൻ്റെ ഇടയിലുള്ള ഒരു ഏരിയയാണ് ബൊമ്മനഹള്ളി, ബേഗൂർ റോഡ്, പിന്നെ വേറെ അക്ഷയനഗർ. അതെ, ഇങ്ങനെ ഒരുവിധ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് നിങ്ങൾ ഈ ഒരു ഓഫീസ് എടുക്കുന്നത്. അപ്പം നമുക്കിത് എത്ര ടൈമാണ് അങ്ങനെ പറയാൻ പറ്റാൻ? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കേരളത്തിലേക്ക് സർവീസ് ആണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ്, തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം, ഇത്ര സ്ഥലത്തേക്ക്, വയനാട്, ഇത്ര സ്ഥലത്തേക്ക് 24 hours ഡെലിവറി. ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്കെല്ലാം 48 hours ഉള്ളിൽ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ കാലിക്കറ്റ് ഒരു ഹബ്ബുണ്ട്, എറണാകുളത്ത് ഒരു ഹബ്ബുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് നെക്സ്റ്റ് ഡേ സർവീസും അവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്ട്രിക്റ്റിലേക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണെന്നുണ്ടെങ്കിൽ 48 hours ഞങ്ങൾ സാധനം കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ 48 hours സാധനം, ഇൻക്ലൂഡിങ് ഇടുക്കി അടക്കം. ഇടുക്കി അധികം ട്രാൻസ്പോർട്ട് മേഖല ഇല്ലാത്തതാണ്. അവിടേക്ക് അടക്കം ഞങ്ങൾ 48 hours സാധനം. ഇപ്പം ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, ഡോർ ഡെലിവറി ഉണ്ടോ എന്നുള്ളത്? എല്ലാ ഫെസിലിറ്റീസും, പിക്കപ്പ് അവൈലബിൾ ആണ്, ഡെലിവറി അവൈലബിൾ ആണ്. ബാംഗ്ലൂരിലെ ഈ ട്രാഫിക്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് അത് ടൈപ്പ് ചെയ്യുന്ന പോർട്ടർ ആപ്പുമായിട്ടാണ്. ഈ ബാംഗ്ലൂരിലെ ഏത് ഭാഗത്തു നിന്നും ഞങ്ങൾ കലാശിപ്പാളയത്തും ഓഫീസുണ്ട്, ബൊമ്മനഹള്ളിയിലും ഓഫീസുണ്ട്. ഇത് ബാംഗ്ലൂരിന്റെ രണ്ട് ഭാഗമായിട്ട് തിരിക്കുമ്പോൾ അതിന്റെ സെന്ററുകളിലാണ് നമ്മുടെ ഈ ഓഫീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് ബാക്ക് എൻഡ് ടീമുകളും ടെലികോളർ സംവിധാനങ്ങളും 24 hours കസ്റ്റമർ കെയർ സർവീസും ഞങ്ങൾ ഏർപ്പെടുത്തി. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ഒരു സാധനം നാട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും, നാട്ടിൽ നിന്നൊരു സാധനം ബാംഗ്ലൂരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ലോജിസ്റ്റിക് സർവീസിനെ പരിചയപ്പെടുത്തിയതാണ്. ഇവർക്ക് മാർക്കറ്റിലും ഷോപ്പുണ്ട്, മീൻസ് ലൈക്ക് കലാസിപ്പാളത്ത് ഓഫീസുണ്ട്, അതേപോലെ തന്നെ ബൊമ്മനഹള്ളിയിലുണ്ട്. കൂടുതൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ബൊമ്മനഹള്ളിനെ ബേസ് ചെയ്തെടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഏരിയയിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. ഒരുപാട് മലയാളികൾ ഇങ്ങോട്ട് താമസം മാറുന്നുണ്ട്, പ്രത്യേകിച്ചും ഇലക്ട്രോണിക് സിറ്റിയും ബേഗൂർ റോഡും അക്ഷയനഗറും. കാരണം മടിവാളയിൽ തന്നെ ഇങ്ങോട്ട് മാറി തുടങ്ങി. തീർച്ചയായും ഇനിയിപ്പോൾ HSRന്റെ മുരുകേഷ് പാളയം, അങ്ങനത്തെ ഒരു ഏരിയയിൽ. അപ്പം നിങ്ങൾക്കൊക്കെ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇവരുടെ ഈ റീറോമിൻ്റെ ഒരു ഓഫീസാണ്. ഞാൻ എന്തായാലും ഇവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷനും അതേപോലെ തന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെയിലി സർവീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ മീൻ, ഇറച്ചി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ ഫിഷ് ഐറ്റംസ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല. നമുക്ക് വിലപിടിപ്പുള്ള പല സാധനങ്ങളായിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പോൾ ക്ലോത്തിങ് ആയിക്കോട്ടെ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കവേർഡ് വെഹിക്കിളാണ്. അപ്പോൾ ഈ ഫിഷ് എത്ര നല്ല പാക്കഡ് ആണെന്നുണ്ടെങ്കിൽ ഫിഷ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ നാട്ടിൽ നിന്ന് അവരെ മക്കൾക്കും ഇവർക്കൊക്കെ സന്തോഷപരമായിട്ട് അവർ
ഈ ഫ്രൈ ഐറ്റംസ് ഒക്കെ നല്ല വെൽ പാക്ഡ് ഐറ്റംസ് ആണെങ്കിൽ ഞങ്ങളത് ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. ഇപ്പൊ തോന്നിയൊരു കാര്യം എന്താ പറയുക, ഇപ്പൊ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ കടി ഉണ്ടാക്കിയിട്ട് ബാംഗ്ലൂരിലേക്ക് കൊടുത്താക്കിയിട്ടേ അറിയുന്നത്, നമുക്ക് അത് ചെയ്യാൻ പറ്റും. തീർച്ചയായും അതൊക്കെ ചെയ്യാം. ഫിഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാ നമ്മളെ നാട്ടിലുള്ള താത്തമാർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നാട്ടിൽ നിന്ന് കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ എത്തിച്ചു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഈ ഒരു ലോജിസ്റ്റിക് സർവീസ്. എന്തായാലും നിങ്ങളെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗാർമെന്റ്സ് ആണെങ്കിലോ ഇനിയിപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ, ഇങ്ങനെ എന്ത് സാധനങ്ങളാണ് ഫർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരും എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ബാംഗ്ലൂരിലുള്ളതും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു, ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നിർത്തി നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആട്ടെ. താങ്ക് യു ഷാൻ ഭായ്, താങ്ക് യു.